ചങ്ങായിമാരെ, നമ്മളെ PC ജോർജിനെ നമ്മളെ മുസ്ലിങ്ങളെയൊക്കെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടണം എന്നാണ് പറയുന്നത്. ഈ ഒരു അവസ്ഥയെ ഇയാൾ എന്ത് പേരിട്ട് വിളിക്കണം? സയൻസിൽ എന്തെങ്കിലും ഇയാൾക്ക് പറ്റിയ പേരുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളി. എന്തായാലും നിങ്ങളൊന്ന് കേട്ടു നോക്കി. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് തന്നെയല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനിയല്ല, മുസ്ലിമാണ്. ആ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഒരു ജനാധിപത്യ വിശ്വാസം എന്ന നിലയിൽ എനിക്കുണ്ട്. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്? വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. മുസ്ലിമാണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി. ഇന്ത്യ അല്ല അവന് വേണ്ടത്, പാകിസ്ഥാനാണ് വേണ്ടത്. പോളേ, എല്ലാം പോളേ, പാകിസ്ഥാനിലേക്ക് പോളേ, എളുപ്പമുണ്ടല്ലോ. എന്തിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി, ക്ഷമിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ. ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാവൂ. വ്രതമുണ്ട്. എന്നെ കുളിക്കൊണ്ടിട്ട കുളത്തിലെ മീങ്ങളല്ല. എന്റെ ജോർജേട്ടാ, ഒരു ചേച്ചിക്കേ വല്ലാത്ത ആഗ്രഹം പാകിസ്ഥാന് കാണണം, പാകിസ്ഥാന് പോകണം എന്ന് വല്ലാത്ത ആഗ്രഹം. കാരണം അത് നിങ്ങളെ സഹപാഠിയും കൂടി ആയതുകൊണ്ടേ. അപ്പൊ പിന്നെ നമുക്ക് ചെലവും കാര്യങ്ങളൊക്കെ നമുക്ക് വഹിക്കാം. നിങ്ങൾ ആ ചേച്ചീനെ ആദ്യം പറഞ്ഞു വിടി, എന്നിട്ട് ബാക്കിയുള്ള മുസ്ലിങ്ങൾക്ക് പറഞ്ഞു വിട്ടാൽ പോലെ. നമുക്ക് എന്തായാലും ആ ചേച്ചീനൊന്നും അങ്ങ് പറഞ്ഞു വിടുക. ാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ, അവസരം കിട്ടിയാൽ. കാരണം എന്റെ വേദങ്ങൾ പറന്ന പുണ്യഭൂമിയാണ്. അപ്പൊ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ എത്രമാത്രം വല്ലപ്പുഴയെ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ